ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയിലത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് പറയണത്. ലോസസ് ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ് ഹാവ് ഷോൺ ഗ്രോയിങ് ട്രെൻഡ് ഇൻ ടേംസ് ഓഫ് ലിവ്സ് ആൻഡ് പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദ വേൾഡ് ഡ്യൂ ടു അർബനൈസേഷൻ, ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസിംഗ് ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഡിസാസ്റ്റേഴ്സ് മൂലമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന മൂലം നഷ്ടങ്ങൾ ഓരോ ഇയർ കൂടുന്തോറും വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യ ജീവനായിട്ടുണ്ടെങ്കിലും അവൻ്റെ ഭൂവസ്തുക്കൾക്കായിട്ടുണ്ടെങ്കിലും. അത് കാരണമായിട്ട് പറയുകയാണെങ്കിൽ അർബനൈസേഷൻ വരുന്നുണ്ട്, അല്ലെ, നഗരവൽക്കരണം വരുന്നുണ്ട്, ജനസംഖ്യ കൂടുന്നുണ്ട്, പിന്നെ എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീഗ്രഡേഷൻ സംഭവിപ്പിക്കുന്നുണ്ട്. അത് എൻവയോൺമെൻറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിസാസ്റ്റേഴ്സിൻ്റെ ലോസ് ഇയർ ബൈ ഇൻക്രീസിങ് ആകുന്നത്. The global efforts to manage disasters are not matched with the frequency and magnitude of disasters. ഇതിനെ ഗ്ലോബൽ വൈസിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗ്ലോബൽ വൈസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ. ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ രീതിയിലായിരിക്കില്ല അവിടെ എന്ത് ചെയ്യണത്, എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ആഴം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുന്നത്. However, for the last 15 years or so, some new thinking on disaster management has emerged at global level, which pleads for a proactive and preventive approach and integrate disaster management with the ongoing development activities, that is sustainable development. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 15 വർഷം കഴിഞ്ഞ ഒരു 15 വർഷത്തെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു പുതിയ രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു പുതിയൊരു മെത്തേഡാണ് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ ലെവലാണെങ്കിലും കൂടുതലായിട്ട് പ്രോ ആക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് അപ്രോച്ച് കേട്ടോ. ആക്റ്റീവുമാണ്, അതുപോലെ തന്നെ ഇതില്ലാതിരിക്കാൻ വേണ്ടി പ്രിക്കോഷൻസും എടുക്കുന്ന രീതിയിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെവലപ്പ് എടുത്തിരിക്കുന്നത്. അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ടാണ് പറയണത്. കാരണം എപ്പോൾ വേണമെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവാം. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഴം പരമാവധി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതില്ലാതാക്കുന്നതിൻ്റെ പ്രിക്കോഷൻസ് എന്ന രീതിയിലാണ് പുതിയ രീതിയിലുള്ള മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതും എന്തിനും മുൻനിർത്തിക്കൊണ്ടാണ്, ഓൺഗോയിങ് ആയിട്ടാണ്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സ്ഥിരമായിട്ടൊരു ഡെവലപ്മെൻറ്റ് ടീമും എന്തിനുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എ ന്യൂ അപ്രോച്ച്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ആൻ എഫേർട്ട് ടു inquire into the process of a hazard turning to disaster to identify its causes and rectify the same through public policy. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എഫേർട്ട് എടുക്കുകയാണ്. അതായത് ഒരു ദുരന്തം ഉണ്ടാവുകയാണ്, അതിന് മുൻപ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ ദുരന്തത്തിൻ്റെ ആഴം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, ആ ദുരന്തം ഉണ്ടാവാൻ എന്താണ് കാരണമായത്, അത് റെക്ടിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് ഇത് പോളിസി ഡെവലപ്പ് ചെയ്യുന്നത്. Therefore, disaster management is a policy issue concerned with minimizing and preventing the damaging impact of a natural or man-made hazard. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി എന്ന് പറയണത് എന്ത് സംഭവമാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ദുരന്തമാണ് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് ആണ് അവരെന്ത് ചെയ്യണത്, പോളിസി ഡെവലപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യണത്. അത് നാച്ചുറലായിട്ടുള്ള പ്രിവെൻറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ മാൻമെയ്ഡായ പ്രിവെൻറ്റീവ് ആയിരിക്കും അവരെന്ത് ചെയ്യണത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് J.C. Pant constituted a high-powered committee in August 1999 in connection with disaster management. ഇന്ത്യയിലെ 1999 ഓഗസ്റ്റിൽ J.C. Pant അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലാണ് എന്ത് ചെയ്താക്കണത്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. The fundamental task of the committee was to prepare comprehensive model plans for disaster management. അപ്പോൾ അവരുടെ ഒരു കമ്മിറ്റിയുടെ ഫണ്ടമെൻ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് മോഡൽ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ തലങ്ങളായിട്ട് തിരിച്ചിട്ടാണ് കേട്ടോ. ജില്ല,
സ്റ്റേറ്റ്, നാഷണൽ ലെവൽ, ഇങ്ങനെ 3 തട്ടായിട്ട് തിരിച്ചിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ആ കമ്മിറ്റിയുടെ ഡിസാസ്റ്റർ പ്ലാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. The committee has identified 30 disasters and categorized them in the following 5 groups. അപ്പോൾ കമ്മിറ്റി ഏതാണ്ട് 30ഓളം ഡിസാസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് 5 ഗ്രൂപ്പായിട്ട് തരംതിരിക്കുകയാണ് ചെയ്തത്. അതിൽ ഒന്നാമത്തതാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ, 2 ജിയോളജിക്കൽ ഡിസാസ്റ്റർ, 3 ബയോളജിക്കൽ ഡിസാസ്റ്റർ, 4 ന്യൂക്ലിയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ആൻഡ് 5th വൺ ആക്സിഡൻ്റൽ ഡിസാസ്റ്റർ. ഇങ്ങനെ 5 കാറ്റഗറിയെ തിരിച്ചിട്ടാണ് അവരെന്ത് ചെയ്ത് ആ പോളിസി അല്ലെങ്കിൽ ആ പ്ലാൻ എങ്ങനെ വേണം എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഡിഫൈൻസ് event that cause substantial loss of life, prosperity and environment. 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2005 ഈ ഡിസാസ്റ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ വിധമാണ് കേട്ടോ. അതായത് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് മനുഷ്യൻ്റെ ജീവന് അപകടമാകുന്നത്, അതുപോലെ അവരുടെ പ്രോസ്പെരിറ്റി, ജീവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എൻവയോൺമെൻറ്റ് എങ്ങനെ ബാധിക്കുന്നു. ഇറ്റ് റീഡ് ഡിസാസ്റ്റർ മീൻസ് കാറ്റസ്ട്രോഫ്, മിഷാപ്പ്, കലാമിറ്റി ഓർ grave occurrence in any area arising from nature or man-made causes or by accident or negligence which result in substantial loss of life, of human suffering or damage to, and destruction of property or damage to, or degradation of environment, and is of such nature or magnitude as to be beyond the coping capacity of the community of affected areas. അപ്പോൾ അവർ ഡിഫൈൻ ചെയ്യും ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ളതാണ്, കാറ്റസ്ട്രോഫ് ആയിരിക്കാം, മിഷാപ്പ് ആയിരിക്കാം, കലാമിറ്റി ആയ രൂപത്തിലായിരിക്കാം. അത് ആ ഏരിയയിൽ ഏത് രീതിയിലാണ് ഡിസാസ്റ്റർ സംഭവിച്ചേക്കണത്. അത് ചിലപ്പോൾ പ്രകൃതി ദുരന്തമായിരിക്കാം, മനുഷ്യരാലും ഉണ്ടാകുന്നതായിരിക്കാം. അതെങ്ങനെ വെച്ചപ്പോൾ ആക്സിഡൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ എന്താണ് നെഗ്ലിജൻസ്, അത് കുഴപ്പമില്ലാന്ന് ഒഴിവാക്കി വിട്ടത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായപ്പോൾ ജീവിതത്തെ നഷ്ടമുണ്ടായിട്ടുണ്ടായിരിക്കാം, പിന്നെന്താണ് മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും, പ്രോപ്പർട്ടി ഡാമേജ് ആയിട്ടുണ്ടായിരിക്കാം, നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം, എൻവയോൺമെൻറ്റ് ഒരുപാട് മാറ്റങ്ങൾ, എൻവയോൺമെൻറ്റ് പല രീതിയിൽ ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാ രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മൾക്ക് ആ ഏരിയാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരിക്കാം. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. About 60% of land mass in India is prone to earthquake of various intensities. Over 40 million hectares is prone to floods. About 8% of the total area is prone to cyclones. And 68% of area is susceptible to drought. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഭൂപ്രകൃതി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഏതാണ്ട് 60% എന്താണ് ഭൂകമ്പ സാധ്യതയുള്ളവയാണ്. പിന്നെ 40 മില്യൺ ഹെക്ടേഴ്സ് എന്താണ് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. 8% എന്താണ് കൊടുങ്കാറ്റുകൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ കാറ്റുകൾ, ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാകുന്ന ഭാഗമാണ്. 68% ഏരിയ എങ്ങനെയാണ് വരൾച്ച നേരിടുന്ന ഭാഗങ്ങളാണ്. ഇത് ഓരോ ഭൂപ്രകൃതി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. Disaster Management Act 2005 defines disaster management as a continuous cycle and integrated process of planning, organizing, coordinating and implementing measures which are necessary to expedient for. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പ്രകാരമാണത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് സൈക്കിളായിരിക്കണം. അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെ വരുന്നതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ഇംപ്ലിമെൻറ്റിങ്. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളത് പ്രാവർത്തികം ആക്കേണ്ടത്. ഇപ്പം എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. വിച്ച് ആർ നെസസറി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ഓർ ത്രെട്ട് ഓഫ് എനി ഡിസാസ്റ്റർ. ഡാമേജ് ഡേഞ്ചർ ആണോ ത്രെട്ട് ആണോ എന്താണതിന് പ്രിവെൻഷൻ മുൻകരുതൽ എടുക്കാം. മിറ്റിഗേഷൻ ഓർ റിഡക്ഷൻ ഓർ റിസ്ക് ഓഫ് എനി ഡിസാസ്റ്റർ ഓർ ഇറ്റ്സ് സിവിയറിറ്റി ഓർ കോൺസിക്വൻസസ്. എന്താണ്, ഒന്നില്ലെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആ ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോത് കുറയ്ക്കാൻ നോക്കാം, ആഴം കുറയ്ക്കാനായിട്ട് നോക്കാം. കപ്പാസിറ്റി ബിൽഡിംഗ്, എത്ര പേര് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ടോ എന്ന് നോക്കാം. പ്രിപ്പയർഡ്നെസ് ടു ഡീൽ വിത്ത് എനി ഡിസാസ്റ്റർ,
എന്ത് ഡിസാസ്റ്റർ ഉണ്ടെങ്കിലും അതിന് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്, പ്രിപ്പയർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്താം. പ്രോംപ്റ്റ് റെസ്പോൺസ് ടു എനി ത്രെട്ടനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഓർ ഡിസാസ്റ്റർ. എന്തെങ്കിലും ഭീഷണിയുള്ള അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമുക്കത് ഇല്ലാതാക്കുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനൊരു സാന്നിധ്യം ഉണ്ടാക്കാം. അസസിങ് ദ സിവിയറിറ്റി ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റ് ഓഫ് എനി ഡിസാസ്റ്റർ. എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എങ്ങനെയാണ്, അത് ഏത് രീതിയിലുള്ള ഏരിയയിൽ ബാധിച്ചതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഇവാക്യുവേഷൻ, റെസ്ക്യൂ ആൻഡ് റിലീഫ്. അതിനുശേഷമാണ് അത് ഒഴിവാക്കാനായിട്ട് നോക്കാം. റെസ്ക്യൂ നൽകുക, റിലീഫ് നൽകുക. റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലം നോക്കുക. അതുപോലെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത്തരത്തിലത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2009 ആണ് പറയണത് കേട്ടോ. രണ്ടായിട്ടാണ് പറയണത്. അല്ല, ഫസ്റ്റ് വൺ പറയണത് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് നവംബർ 2009. എന്താ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നവംബർ 2009 ഇത് ഇതാക്കണത്, അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ദിസ് കോംപ്രഹെൻസീവ് പോളിസി ഡോക്യുമെൻറ്റ് ലേസ് ഡൗൺ പോളിസീസ് ഓൺ എവറി ആസ്പെക്ട് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദ കൺട്രി. ഇതൊരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിലല്ല പറഞ്ഞത്, ഇന്ത്യയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് പോളിസിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയണത്. ഇന്ത്യാസ് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഓഫ് ഇന്ത്യ ഓൺ 22 October 2009. 2009 ഒക്ടോബർ 22 ഇന്ത്യയിലെ ഈ പോളിസി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത്. അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസസ്, ജീവന് നഷ്ടമുണ്ടാക്കുന്നത്, അത് ജീവിത സാഹചര്യങ്ങൾ, അവരുടെ പ്രോപ്പർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ലോസസ് മിനിമൈസ് ചെയ്യുകയും നാച്ചുറൽ ഓർ മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്നത് ലോസസ് മിനിമൈസ് ചെയ്യാൻ നോക്കാം. പിന്നെ അതുകൂടാതെ വിത്ത് എ വിഷൻ ടു ബിൽഡ് എ സേഫ് ആൻഡ് ഡിസാസ്റ്റർ റിസിലൻറ്റ് ഇന്ത്യ ബൈ ഡെവലപ്പിംഗ് എ ഹോളിസ്റ്റിക്, പ്രോ ആക്റ്റീവ്, ഇൻ്റഗ്രേറ്റഡ്, മൾട്ടി ഡിസാസ്റ്റർ ഓറിയൻറ്റഡ് ആൻഡ് ടെക്നോളജി ഡ്രിവൺ സ്ട്രാറ്റജി. പിന്നെന്താ ചെയ്യുക, നമ്മൾ സേഫായിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ദുരന്തമാണോ ഉള്ളത് അതിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങൾ, വർക്കുകൾ എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്നോളജി ആയിട്ടുണ്ടെങ്കിലും മൾട്ടി ഡിസാസ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ അതിനെങ്ങനെ നമ്മൾക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും, ഏത് തരത്തിലുള്ള വീടുകളൊക്കെ ഉള്ളത് ഏത് തരത്തിലാണ് നമ്മൾ പണിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബിൽഡിങ്ങൊക്കെ സെറ്റ് ചെയ്യുക. വിത്ത് ദിസ് നാഷണൽ പോളിസി ഇൻ പ്ലേസ്, ഇന്ത്യ a holistic and integrated approach will be evolved towards disaster management with emphasis on building strategic partnerships at various levels. ഈ പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ അത്തരത്തിലുള്ളത് അവർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതിനുള്ള അപ്രോച്ചുകളാണ് അവർ ചെയ്യുന്നത്. The themes underpinning the policy include community-based disaster management, capacity development in all spheres. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് നോക്കുന്നത് ഏത് കമ്മ്യൂണിറ്റിയാണോ വരുന്നത്, അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏത് കമ്മ്യൂണിറ്റിക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യണത്, എല്ലാ കാര്യങ്ങളും, ഓൾ സ്പിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഏത് ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യണത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൺസോൾട്ടേഷൻ ഓഫ് പാസ്റ്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് കോപ്പറേഷൻ വിത്ത് ഏജൻസീസ് അറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽസ് വിത്ത് മൾട്ടി സെക്ടറൽ സിനർജി. അപ്പോൾ ഒരു പാസ്റ്റ് ഇതിന് മുൻപെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണോ നോക്കും, അതെല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നത്. ഇനി രണ്ടാമത്തെ പറയണത് ദ പോളിസി ഈസ് ഓൾസോ ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട് എ കൾച്ചർ ഓഫ് പ്രിവെൻഷൻ. ഈ പോളിസി എന്തിനാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്, എങ്ങനെ നമ്മൾക്ക് പ്രിവെൻഷൻ എടുക്കാൻ പറ്റും, മുൻകരുതൽ എടുക്കാൻ പറ്റും, എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, മറ്റുള്ള രീതിയിൽ റിസലയൻസ് അറ്റ് ഓൾ ലെവൽസ്, അത് മറ്റുള്ളവർക്ക് എങ്ങനെ അതിൽ അറിവെത്തിക്കാനായിട്ട് സാധിക്കും, പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ, പുതിയ അറിവുകൾ അവരേത് രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും, അത്തരത്തിലാണ് പോളിസി എന്ത് ചെയ്യുന്നത്, മാർഗനിർദ്ദേശങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇറ്റ് എൻകറേജസ് മിറ്റിഗേഷൻ മെഷേഴ്സ് ബേസ്ഡ് ഓൺ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അവരെപ്പോഴും മിറ്റിഗേഷൻ മെഷേഴ്സാണ് എടുക്കുന്നത്, അതായത് ലോസ് ഉണ്ടാവുമ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതും എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യുക, സ്ഥിരത ഉള്ളതാക്കി മാറ്റുക.
അതായത് എൻവയോൺമെൻറ്റ് നാശനഷ്ടമില്ലാത്ത രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കുന്നതിനാണ് പോളിസി മുൻതൂക്കം നൽകുന്നത്. ഇറ്റ് സീക്സ് ടു മെയിൻ സ്ട്രീം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ടു ദ ഡെവലപ്മെൻറ്റൽ പ്ലാനിംഗ് പ്രോസസ് and provides for institutional and financial arrangements at national, state, district levels for disaster prevention, mitigation, preparedness and response, as it ensures adequate budgeting for disaster mitigation activities in all ministerials and departments. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് പ്രോസസ്സാണ് ഉള്ളത്. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നൽകുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നൽകുന്നുണ്ട്. അത് നാഷണൽ ലെവലിലായിരിക്കാം, സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കാം നൽകുന്നത്. അതിലവർ പറയണത് ഡിസാസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, അതിനെ തയ്യാറാക്കാം, അതിനനുസരിച്ച് റെസ്പോൺസ് നൽകാം. ഈ 4 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും അതിനാവശ്യമായ ബഡ്ജറ്റുകൾ അല്ലെങ്കിൽ അതിനാവശ്യമായ ഫിനാൻസുകൾ ഓരോ രീതിയിലും നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും ഓരോരുത്തർക്കും എത്തുന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യും. അത് ഒരു മിനിസ്റ്റേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ്സും വൈസാണ് എന്ത് ചെയ്യണത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും എന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആ കമ്മിറ്റിയുടെ ഇതിൽ ഉണ്ടായിരിക്കും.